ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ ശാരദാമ്മയും വിഷ്ണുവും കൂടി കുടുംബശ്രീയിൽ കാറിൽ വന്നിറങ്ങുകയാണ്. അന്നേരം ശ്യാമ ചോദിക്കുന്നുണ്ട്, കുഞ്ഞച്ചിക്ക് എങ്ങനെയുണ്ട്, നിങ്ങളിങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ആരാ ഉള്ളതെന്നൊക്കെ. അന്നേരം എന്തിനും ഏതിനും സഹായത്തിനായിട്ട് അർജുനുണ്ട്. പിന്നെ ഞാൻ മോൾക്കൊരു സമ്മാനവും കൊണ്ടാണ് വന്നത് എന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. തുടർന്ന് വിഷ്ണു വണ്ടിയുടെ ഡോറ് തുറന്ന് പ്രീതിയെ പുറത്തേക്ക് എടുക്കുകയാണ്. അന്നേരം പ്രീതി ചേച്ചിയോ എന്ന് ശ്യാമ ഇങ്ങനെ സന്തോഷിച്ച് ചോദിക്കുകയാണ്. അതേ, കുറച്ച് കാലത്തേക്ക് ഇവളിവിടെ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അന്നേരം കുറച്ച് കാലത്തേക്ക് എന്തിനാ, എന്നും നിന്നോട്ടെ എന്ന് ശ്യാമ സന്തോഷത്തോടു കൂടി പറയുകയാണ്. അന്നേരം അതിന് ഇവളുടെ ഭർത്താവ് സമ്മതിക്കണ്ടേ എന്ന് പറയുകയാണ്. അന്നേരം പിന്നെ എന്താ ഇപ്പോൾ ഇങ്ങോട്ട് എന്ന് ശ്യാമ ചോദിക്കുമ്പോൾ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്താനായിട്ട് സാധിക്കില്ല, ചിലപ്പോൾ അത് അവളുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന് ശാരദാമ്മ പറയുമ്പോൾ വിഷ്ണു ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ട്. അമ്മയും ഞാനുമായിട്ട് കുറച്ച് പറഞ്ഞു മുഷിഞ്ഞു, ഞാൻ ഇവിടെ കയ്യും പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങിയതാണ് എന്ന് വിഷ്ണു സങ്കടത്തോടെയാണ് പറയുന്നത്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ആ പിണക്കമൊന്നും നിലനിൽക്കില്ല, അമ്മയും മക്കളും ഉള്ള പിണക്കത്തിന് അത്ര ശാശ്വത സമയമൊന്നുമില്ല, അത് പെട്ടെന്ന് പരിഹരിക്കുമെന്ന് പറയുകയാണ്. അന്നേരമാണ് ശ്യാമ പറയുന്നത്, വേറൊരു പിണക്കം ഇവിടെ കൂട്ടുകൂടിയിട്ടുണ്ടെന്ന്. അന്നേരം ശ്യാമ ഇങ്ങനെ പുറകോട്ട് നോക്കുമ്പോൾ ശാരികയും രാജയും കൂടി ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സന്തോഷത്തോടു കൂടിയാണ് അവർ ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ശാരദാമ്മയ്ക്കും വിഷ്ണുവിനും ഒക്കെ സന്തോഷമാവുകയാണ്. തുടർന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്, സാറേ ഒരു മഴ പെയ്ത് തോർന്ന ലക്ഷണമുണ്ടല്ലോ എന്ന്. അന്നേരം ശ്യാമ കളിയാക്കുകയാണ്, മഴയെന്നല്ല പേമാര് തന്നെ, ഇടിയും മിന്നലും ഒക്കെ നേരത്തെ കഴിഞ്ഞതാണല്ലോ എന്ന്. അന്നേരം രാജീവ് ചിരിച്ച് പറയുകയാണ്, പോടി കാന്താരി, നീ ശാരിയെ കളിയാക്കിയാലുണ്ടല്ലോ എന്ന്. അന്നേരം ആഹാ, ഇപ്പോൾ നിങ്ങൾ കൂട്ടായോ, നിങ്ങളെ ഒന്നിപ്പിക്കാനായിട്ട് ഞാനേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ അങ്ങ് പിണങ്ങുകയാണ്. അന്നേരം ശാരദാമ്മ പറയുന്നുണ്ട്, ചട്ടിയും കലാവുമ്പോൾ തട്ടിയും മുട്ടിയെന്നൊക്കെ ഇരിക്കും, അതൊക്കെ പെട്ടെന്നങ്ങ് മാറും എന്ന് പറഞ്ഞ് ഒരു സന്തോഷത്തോടു കൂടി കുറച്ച് സമയം മുറ്റത്ത് നിന്ന് സംസാരിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയുടെ കാര്യങ്ങളൊക്കെ രാജീവ് ചോദിക്കുന്നുണ്ട്. അന്നേരം കുഴപ്പമൊന്നും ഇല്ല എന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണു ആകെ മുഷിഞ്ഞ് തലമുടിയൊക്കെ പാറി പറഞ്ഞൊരു വല്ലാത്ത വേഷത്തിലാണ് വിഷ്ണു നിൽക്കുന്നത്. തുടർന്ന് കേസ് ഒക്കെ എന്തായി എന്ന് രാജീവ് ചോദിക്കുമ്പോൾ കേസൊന്നും വേണ്ടായിരുന്നു, പിന്നെ ഞാൻ ഒറ്റയ്ക്ക് മതിയായിരുന്നു, പിന്നെ അർജുനെ ഓർത്താണ് എല്ലാം ക്ഷമിച്ചത്, ഇനിയിപ്പോൾ പ്രീതി ഇവിടെ എത്തിക്കഴിഞ്ഞത് കൊണ്ട് എനിക്കൊന്നും പേടിക്കാനില്ല, കപ്പലിനകത്ത് തന്നെ ഒറ്റുകാരനില്ലല്ലോ എന്നും പറഞ്ഞ് ആകെ വിഷമിച്ച് വിഷ്ണു ഒന്നങ്ങ് സംസാരിക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് അമ്പലത്തിൽ നിൽക്കുന്ന അർജുനെയാണ്. അതേസമയം അർജുനെ ആരോ ഫോൺ ചെയ്ത് ഹേമലതയുടെ കേസിൽ നിന്നും പിന്മാറണം എന്നൊക്കെ പ്രഷർ ചെലുത്തുന്നുണ്ട്. അതേസമയം അർജുൻ പറയുന്നുണ്ട്, അർജുൻ ശങ്കറിൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഹേമലതയ്ക്ക് പരമാവധി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ ഫോൺ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിത്രയും വസുമതിയും കൂടി അവിടേക്ക് വരുന്നത്. അന്നേരം അവരെ മൈൻഡ് ചെയ്യാതെ അർജുനങ്ങ് പോകാൻ തുടങ്ങുമ്പോൾ അർജുനെ തടഞ്ഞു നിർത്തുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് വീട്ടിലേക്ക് വരാത്തത് എന്നൊക്കെ. എന്നിട്ട് ഹേമലതയുടെ ജാമ്യത്തിൻ്റെ കാര്യം എന്തായി എന്നും ചോദിക്കുന്നുണ്ട്. അന്നേരം അർജുൻ പറയുകയാണ്, ഞാൻ ബാധിക്കുന്ന ഒരു കക്ഷിയുടെ എതിർ കക്ഷിയുടെ ആയിട്ട് ബന്ധമുള്ള ഒരാളുടെ വീട്ടിൽ താമസിക്കുന്നത് നിയമവിരുദ്ധമാണ്, അതുകൊണ്ടാണ് ഞാൻ വരാത്തതെന്ന് പറയുന്നുണ്ട്. അന്നേരം ചിത്ര ചോദിക്കുകയാണ്, അതിന് ഏട്ടനല്ലല്ലോ ഹേമലതയ്ക്ക് എതിരായിട്ട് കോടതിയിൽ ഹാജരാകുന്നത്, പബ്ലിക് പ്രോസിക്യൂട്ടർ അല്ലേ എന്ന്. അന്നേരം ലോ പോയിന്റ്സ് ഒക്കെ എൻ്റെ അമ്മയ്ക്ക് നീ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, പക്ഷെ മോൾ അറിയാത്ത ഒരു പോയിന്റ് കൂടിയുണ്ട്, പബ്ലിക് പ്രോസിക്യൂട്ടറൊപ്പം ഞാനും കക്ഷി ചേർന്നിട്ടുണ്ട്, പരമാവധി ശിക്ഷ ഞാൻ വാങ്ങിച്ചു കൊടുത്തിരിക്കും ഹേമലതയ്ക്ക്, എല്ലാ വകുപ്പുകളും ഞാൻ കൂട്ടിക്കഴിച്ച് വച്ചിട്ടുണ്ട്, അടിവേര് മാന്തി ചെല്ലുമ്പോൾ എൻ്റെ അനിയത്തിയും അമ്മയും കൂടി കക്ഷി ചേരും എന്ന് പറയുകയാണ്. പക്ഷെ അതൊന്നും കേട്ടിട്ട് വസുമതിക്ക് ഒരു കുലുക്കവുമില്ല. വസുമതി അങ്ങ് ാണ് ഈ പ്രായത്തിൽ അമ്മയെ ജയിലിൽ കൊണ്ടിടല്ലേ ഇടാ മോനെ, അമ്മയ്ക്ക് ചപ്പാത്തി പരത്താനൊന്നും അറിയില്ല, നമ്മുടെ വീട്ടിൽ ഹാഫ് കുക്കഡ് ചപ്പാത്തി അല്ലേ വാങ്ങിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അർജുനെ പരിഹസിക്കുകയാണ്. അന്നേരം കോടതിയിൽ നിന്ന് വിയർക്കുമ്പോഴും ഈ പരിഹാസം ഉണ്ടാവണം എന്ന് അർജുൻ പറയുകയാണ്. അന്നേരം ചോദിക്കുകയാണ്, അതിനാരാണ് കോടതി കയറാൻ പോകുന്നത്, കറകളഞ്ഞ ക്രിമിനലുകളെ ഒന്നും നീ കണ്ടിട്ടില്ല, കുറേ ക്രിമിനൽ കേസ് വാദിച്ചിട്ടുണ്ട് എന്ന് കരുതി നീ കൊലപാതകികളെയും അല്ലാത്തവരെയും ഒരുപാട് പേരെയും ഒന്നും കണ്ടിട്ടില്ല, അടിവേരും മാന്തി ചെല്ലുമ്പോൾ അങ്ങനെ ഒരാളെ ഉണ്ടായിരുന്നില്ല എന്ന് നിനക്ക് തെളിയും എന്ന് വസുമതി പറയുകയാണ്. തുടർന്ന് വീണ്ടും വസുമതി പറയുന്നുണ്ട്, അന്ന് നീ തന്നെ പറഞ്ഞില്ലേ ചാല മാർക്കറ്റിൽ ഒരു ചെറുപ്പക്കാരനെ പട്ടിയെ പോലെ ഹേമലത വെടിവെച്ച് കൊന്നുവെന്ന്, അതിൽ നിന്നൊക്കെ ഹേമലത എങ്ങനെയാണ് ഊരിപ്പോയത് എന്ന് എൻ്റെ മോൻ ഒന്നുകൂടി പഠിക്കണം. അന്ന് കോവിലകൻ ട്രസ്റ്റിൻ്റെ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായിരിക്കുകയായിരുന്നു ഹേമലതയ്ക്ക് മൊഴി നൽകിയത് മജിസ്ട്രേറ്റ് ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അർജുനങ്ങ് അന്തം വിടുകയാണ്. തുടർന്ന് പറയുന്നുണ്ട്, ഇവിടെ ശാലിനിക്ക് വെടിയേറ്റ കേസിൽ മോൻ അധികം മഞ്ഞു കൊള്ളുകയൊന്നും വേണ്ട, സ്ഥലവും സമയവും സന്ദർഭവും ഒക്കെ FIRൽ കറക്റ്റായിട്ട് ചേർത്തിട്ടുണ്ടോ എന്ന് എൻ്റെ മോൻ ഒന്നുകൂടി പരിശോധിക്കണം. പിന്നെ ഒരു കാര്യം കൂടി, ശാലിനിയുടെ ശരീരത്തിൽ നിന്നും എടുത്ത ബുള്ളറ്റും ഹേമലതയുടെ കയ്യിലിരിക്കുന്ന തോക്കുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുകൂടി നോക്കണം. പിന്നെ
റോഷ്നിയും നീയുമായിട്ടുള്ള വിവാഹം ഇവിടെ നടക്കാനായിട്ട് പോകുമ്പോൾ നടത്തിയ വെടിവഴിപാടിൽ നിന്നും കതിനയിൽ നിന്നും ചെറിയൊരു ചീള് തെറിച്ചാണ് അവർക്ക് അപകടമുണ്ടായത് എന്ന് വരെ ചിലപ്പോൾ കോടതിയിൽ വാദിച്ചെന്നിരിക്കും. എൻ്റെ മോൻ അതങ്ങ് വിശ്വസിച്ചേക്കണം. അപ്പോഴും വസുമതിയുടെ മുഖത്ത് ഈ പരിഹാസം തന്നെയായിരിക്കും. ഓർത്തോ എന്ന് പറഞ്ഞിട്ട് വസുമതി ചിത്രയും കൂട്ടി അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. അന്നേരം ഈ വസുമതി പറഞ്ഞതൊക്കെ കേട്ട് ഉത്തരമില്ലാതെ അർജുൻ നിൽക്കുകയാണ്. പോകാൻ നേരം ചിത്ര അർജുനോട് പറയുന്നുണ്ട്, ഏട്ടൻ വീട്ടിലേക്ക് വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ ഏട്ടനൊന്ന് സൂക്ഷിക്കണം. ഹേമലത ജയിലിൽ നിന്നും പെട്ടെന്ന് ആ വലയൊക്കെ പൊട്ടിച്ച് പുറത്തിറങ്ങും. എന്നിട്ട് അവരെന്താണ് കാട്ടിക്കൂട്ടുക എന്നൊന്നും പറയാൻ പറ്റില്ല. അമ്മയും പേടിച്ചിരിക്കുകയാണ്. ഏട്ടൻ ഒരുപാട് സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ചിത്രയും അങ്ങ് വസുമതിയോടൊപ്പം കാറിൽ കയറി പോകുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് രാത്രി ഒരു റോഡരികിൽ ഗോപിപ്പിള്ളയും അംബാലികയും കൂടി ഹേമലതയെ കാത്തു നിൽക്കുകയാണ്. അന്നേരം അംബാലിക സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, ഹേമലത ഇനി ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് മുംബൈയിലേക്ക് കടന്നു കളഞ്ഞോ എന്നൊക്കെ. അന്നേരം അവളെ സംശയിക്കേണ്ട കാര്യമില്ല, നമ്മൾ കല്യാണം ഉറപ്പിച്ചതിന് ശേഷമല്ലേ ഹേമലതയെ വിവരം അറിയിച്ചത്. പിന്നെ പയ്യൻ്റെ സ്ഥാനത്ത് അർജുൻ അല്ലായിരുന്നു എങ്കിൽ ഹേമലതയെ അറിയിക്കേണ്ട കാര്യം ഇല്ലായിരുന്നു. പിന്നെ അർജുനല്ലേ ആ സ്ഥാനത്തേക്ക് പറ്റൂ എന്നൊക്കെ ഗോപിപ്പിള്ള പറയുന്നുണ്ട്. അതേസമയം കാറിൽ റോഷ്നി ഇരിക്കുന്നുണ്ട്. അന്നേരം റോഷ്നിയെ കുറിച്ചുള്ള ആ കഥകളൊന്നും അവരവിടെ പറയുന്നില്ല. തുടർന്ന് ഹേമലത അവിടേക്ക് എത്തുന്നുണ്ട്. അന്നേരം ഗോപിപ്പിള്ള ചോദിക്കുന്നുണ്ട്, ഹേമേ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന്. അന്നേരം ജയിൽ എനിക്ക് പുത്രിയൊന്നും അല്ലല്ലോ, കാശ് മുടക്കാനുണ്ടെങ്കിൽ എപ്പോഴും പുറത്തിറങ്ങാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അംബാലികയുടെ മുഖത്തെ നീരസം ഹേമലത ശ്രദ്ധിക്കുന്നുണ്ട്. അന്നേരം ഞാനിവിടേക്ക് വന്ന് ഇതൊക്കെ ചളമാക്കിയെന്നായിരിക്കും അംബാലിക നിൽക്കുന്നത് എന്ന് പറയുകയാണ്. അന്നേരം അങ്ങനെയൊന്നുമില്ല എന്ന് പറയുകയാണ്. തുടർന്ന് റോഷ്നിയുടെ ആ കഥ ഹേമലത തന്നെ പറയുകയാണ്. ഒരു 5 വർഷം മുമ്പ് ഗോപി എന്നെ മുംബൈയിലേക്ക് വിളിച്ചില്ലേ, റോഷ്നിയുടെ കല്യാണം ഉറപ്പിച്ചു, കല്യാണത്തിന് വരണം എന്നൊക്കെ പറഞ്ഞ്. അന്ന് കല്യാണത്തിനായിട്ട് ഞാൻ നാട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ കരഞ്ഞു വീർപ്പിച്ച റോഷ്നിയുടെ മുഖമാണ് എന്നെ എതിരേറ്റത്. അന്ന് അവളൊരു പയ്യനുമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ പെണ്ണിനോടുള്ള കമ്പം തീർന്നപ്പോൾ ആ പയ്യൻ വേറൊരു ബന്ധത്തിലേക്ക് പോയി. അന്ന് ആ ചാല ബസാറിലിട്ട് അവനെ ഞാൻ വെടിവെച്ച് കൊന്നപ്പോൾ അധോലോകത്തെ വെല്ലുന്ന നരവേട്ട എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങൾ അങ്ങ് കൊഴുപ്പിച്ചു. പക്ഷേ അതിനുശേഷം റോഷ്നി ആ ചെറുപ്പക്കാരനെ മറക്കാൻ തയ്യാറല്ലായിരുന്നു. അവൾ അതിനുശേഷം മാനസികമായിട്ട് ഒരുപാട് തളരുകയും മെൻ്റൽ ഹോസ്പിറ്റലിൽ വർഷങ്ങളോളം കിടക്കുകയും ഒക്കെ ചെയ്തു. പിന്നെ ക്രമേണ ഈ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. പിന്നീട് നിങ്ങൾ കല്യാണ ആലോചനയൊക്കെ തുടങ്ങി. പക്ഷേ എത്ര ആലോചനകൾ വന്നിട്ടും അർജുൻ്റെ മുഖം മാത്രമാണ് അവളിലേക്ക് ഉടക്കിയത്. ഒരുപക്ഷെ അത് അന്ന് ആ പയ്യനും ഈ അർജുനുമായിട്ട് ചെറിയൊരു മുഖസാദൃശ്യം ഉള്ളത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് അർജുനെ റോഷ്നിക്ക് വേണ്ടി നേടിക്കൊടുക്കാനായിട്ട് ഇനി ഒരു ബുള്ളറ്റ് കൂടി എടുക്കാനായിട്ട് ഞാൻ തയ്യാറാണ്. എല്ലാം നശിപ്പിച്ചത് പ്രീതിയാണ്, അവളുടെ ജീവന് ഞാൻ എടുക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഗോപിപ്പിള്ളയോട് സംസാരിക്കുകയാണ് ഹേമലത. ഇതിനിടയ്ക്ക് ആ പയ്യനിൽ നിന്നും റോഷ്നി ഗർഭിണി കൂടിയായിരുന്നു, അതും ഇടയ്ക്ക് പറയുന്നുണ്ട്. അന്നേരം ആ പയ്യൻ മരിച്ചതിൻ്റെ ആ ഷോക്കിൽ കുറേ കാലം മെൻ്റൽ ഹോസ്പിറ്റലിലൊക്കെ റോഷ്നി കിടന്നിട്ടുണ്ട്. തുടർന്ന് റോഷ്നി എവിടെയെന്ന് ചോദിക്കുമ്പോൾ അംബാലിക കാറിൽ നിന്നും റോഷ്നിയെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ആകെ ഒരു വിഷമിച്ച മുഖഭാവമാണ് അന്നേരം റോഷ്നിക്ക്. അന്നേരം കല്യാണം മുടങ്ങിയ ശേഷം മിണ്ടാട്ടമോ ഒന്നുമില്ല, ആവശ്യത്തിന് ഭക്ഷണം എന്നൊക്കെ അംബാലിക പറയുകയാണ്. അന്നേരം റോഷ്നിയെ ആശ്വസിപ്പിച്ച് ഹേമലത പറയുന്നുണ്ട്, മോളുടെ ഈ മുഖത്ത് ചിരി ഞാൻ പടർത്തിയിരിക്കും, അതിനു വേണ്ടിയാണ് ഇനി എൻ്റെ പോരാട്ടം എന്ന് പറഞ്ഞ് അവരോട് യാത്രയൊക്കെ പറഞ്ഞ് എല്ലാവരോടൊന്ന് പിരിയുകയാണ്. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീയിൽ ഡിസ്ചാർജായി ശാലിനി ഹോസ്പിറ്റലിൽ നിന്നും വരുന്നത് കാത്തിരിക്കുകയാണ്. ശ്യാമയും പ്രീതിയും രാജീവും ശാന്തയും ശാരികയും ഒക്കെ കുറേ നേരം ഗേറ്റിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ്. അന്നേരം ഇതുവരെ അവർ വന്നില്ലല്ലോ സാറേ എന്ന് ശാരിക പറയുമ്പോൾ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നല്ലേ പറഞ്ഞത്, ഇപ്പോൾ വരുമെന്ന് രാജീവ് പറയുന്നുണ്ട്. തുടർന്ന് അർജുൻ്റെ വണ്ടിയിൽ ശാലിനിയും കൊണ്ട് ശാരദാമ്മയും വിഷ്ണുവും എത്തുകയാണ്. അന്നേരം ഡോറ് തുറന്ന് പതിയെ ശാലിനിയെ പുറത്തേക്ക് അർജുൻ ഇറക്കുന്നുണ്ട്. തുടർന്ന് എല്ലാവരെയും നോക്കി അങ്ങ് പുഞ്ചിരിച്ച് നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ പുതിയ എപ്പിസോഡ്. ഓക്കെ, താങ്ക് യു.